നിനക്കെന്താ വട്ടാണോ? മ്യൂസിക് ഓഫ് ചെയ്തിട്ടാണോ ഡാൻസ് കളിക്കുന്നത്? കഴുതേ കഴുതേ, ഡാൻസ് കളിക്കാൻ മ്യൂസിക് അല്ല ആവശ്യം, ഡാൻസ് കാണുക ആവശ്യം. മനസ്സിലായോ? ചില സമയങ്ങളിൽ കഴുതകൾക്കും ചെറുതായിട്ട് ബുദ്ധി ഉദിക്കും. സംശയമുണ്ടോ? ഈ വണ്ടി എന്താ പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്? ഉറങ്ങാനുള്ള സമയമാണോ ഇത്? ഇവനെ ഞാൻ എഴുന്നേൽപ്പിക്കാം. നോക്ക്, ബണ്ണിയെ എണീപ്പിക്കാൻ വേണ്ടി പോയതാ, ഇപ്പൊ ഇവൻ ഉറങ്ങാ. ഇവൻ ഉറങ്ങുകയല്ല, തല്ല് കിട്ടിയത് ബോധം കെട്ട് പോയതാണ്. എന്താടാ മനസമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. വേഗം എഴുന്നേൽക്ക്, ചെയ്യാനായിട്ട് ഒരുപാട് ജോലിയുണ്ട്. നാണമില്ല നിനക്ക്? കൂട്ടുകാരെ എങ്ങനെയാണോ ശക്തമായിട്ട് തള്ളുന്നത്? അല്ല, നീ എന്തിനാ നിന്റെ ചിറകൊണ്ട് എന്റെ കാതിലിട്ട് കറക്കിയത്? അപ്പൊ നീ എഴുന്നേറ്റ് കിടക്കുമായിരുന്നോ? അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നെ തല്ലിയത്? ഇന്ന് തന്നെ വിടാൻ പോകുന്നില്ല, നിന്റെ കഥയെ കഴിയും. കൊച്ചളിയാ, സോർദാർ കോളിംഗ് ബെല്ല് പോലെ കരയുക. എടാ കഴുതേ, ആരോ ഡോർബെൽ അടിക്ക, പോയി നോക്ക ആരാന്ന്. ഇപ്പൊ തുറക്കാം, അടിച്ചു പൊട്ടിക്കല്ലേ. അതെന്താ അമ്പലത്തിലെ മണിയാ നിർത്താതെ അടിച്ചോണ്ടിരിക്കാൻ? ഇവിടെ ആരെയും കാണാനില്ല, പക്ഷെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. നീ എന്താ ചെയ്യുന്നത് ഹണി? സോറി, ഞാൻ കണ്ടേ ഇല്ല. എന്റെ കാല് ബാലൻസ് ഇല്ലാതിരുന്നപ്പോഴേ എനിക്ക് തോന്നിയതാ. കഷ്ടം. ആരാ നിങ്ങള്? ഇവിടെ എന്തെടുക്കുക? എന്റെ മോനെ, എവിടെയായിരുന്നു നീ? എവിടെയെല്ലാം അന്വേഷിച്ചു ഞാൻ. ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ പോപ്പട്ടിന്റെ അച്ഛനമ്മമാരാണ്. ആ, രൂപം അതുപോലെ തന്നെ ഉണ്ട്. എടാ, എല്ലാ തത്തകളുടെ രൂപം ഒരുപോലെ തന്നെയാ, മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. തെറ്റ് ഞങ്ങളുടേതാ, കുറ്റം ഞങ്ങളുടേതാ. ഞങ്ങളോട് ക്ഷമിക്കും മോനെ. ചെറുപ്പത്തിൽ എന്നോട് ദേഷ്യം തോന്നിയിട്ട് നീ വീട് വിട്ടുപോയി. എന്തിന്? ചെറുപ്പത്തിൽ ഇവൻ ഇഷ്ടപ്പെട്ട പച്ചമുളക് ചോദിച്ചിട്ട് ഞങ്ങൾ ഇവന് കൊടുത്തില്ല. പക്ഷെ ഇവൻ പച്ചമുളകെ കഴിക്കില്ലല്ലോ. അതാണ് പ്രശ്നമായത്. പിന്നെ ഇവന് പച്ചമുളക് തന്നെ വെറുപ്പായി. അന്നു മുതൽ ഇവൻ പച്ചമുളക് കഴിച്ചിട്ടേ ഇല്ല. തെറ്റ് ഞങ്ങളുടേതാ, കുറ്റം ഞങ്ങളുടേതാ. എന്റെ മനസ്സിനകത്ത് എന്തോ ചില സംശയം തോന്നുന്നുണ്ട്. ഒരമ്മയുടെ സ്നേഹത്തിൽ നിനക്ക് സംശയമോ? അല്ല, ഞാൻ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ്. അകത്ത് പോയി സംസാരിക്കാം. മേഡം പറഞ്ഞിട്ടില്ലേ അതിഥികളെ പുറത്തു നിർത്തി സംസാരിക്കരുതെന്ന്? നിനക്ക് നല്ല മനസ്സാ മോനെ. അകത്തു പോ. തെറ്റ് ഞങ്ങളുടേതാ, കുറ്റം ഞങ്ങളുടേതാ. തെറ്റ് ഞങ്ങളുടേതാ, കുറ്റം ഞങ്ങളുടേതാ. തെറ്റും കുറ്റവും ഞങ്ങൾ ചോദിച്ചതേ ഇല്ലല്ലോ. അല്ല, ഇത് ഇദ്ദേഹത്തിന് ഒരു രോഗം പോലെയാണ്. എന്തു പറഞ്ഞാലും ആദ്യം ഇത് മാത്രമേ പറയൂ. നമ്മുടെ പോപ്പട്ട് പറയാറില്ലേ സംശയം ഉണ്ടോന്ന്? അതുപോലെയാ, പോപ്പട്ട് അച്ഛനെ പോലെ തന്നെയാ. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. പോപ്പട്ട് നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആധാരം ഉണ്ടോ? പോപ്പട്ടിന്റെ ഇടതുവശത്തെ ചിറകിനടിയിൽ കറുത്ത നിറത്തിലുള്ള മറുകില്ല. അത് എനിക്കില്ല. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതെന്റെ മകൻ തന്നെയാണ്. മോനെ പോപ്പട്ടെ.
തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി എന്റെ പൊന്നുമോനെ, എന്റെ മകൻ എന്ന് പച്ചമുളക് വേണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് മുതൽ ഞങ്ങൾ പച്ചമുളക് കഴിക്കുന്നത് നിർത്തി. അമ്മേ, ഇത്രയും വലിയൊരു ത്യാഗം ഒരു മാതാപിതാക്കളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? പോപ്പട്ട്, നീ എന്തായി ചെയ്യുന്നേ? ധൃതി പിടിച്ച ഒരു തീരുമാനത്തിൽ എത്തരുത്. കൊച്ചളിയ, നിനക്ക് എല്ലാ കാര്യത്തിലും സംശയ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിവരെ പുറത്തു കൊണ്ടുപോയി ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം. ഇതാരാണ് ഹനി? അച്ഛനും അമ്മയുമാ. ഒരു ബലൂൺ പോലെ എന്റെ കവിത പൊട്ടി. ഈ തത്തകൾക്ക് എങ്ങനെയുണ്ടായി ഒരു പൂച്ചക്കുട്ടി? അടികൈ. എന്ത് നല്ല കവിതയാ. തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി തെറ്റായാലും കുറ്റമായാലും തത്തകൾക്ക് പൂച്ചയുടെ അച്ഛനമ്മയാവാൻ കഴിയില്ല. ഖന്ന സാറേ, ഇവരെന്റെ അച്ഛനമ്മയല്ല, നമ്മുടെ പോപ്പട്ടിന്റെ അച്ഛനമ്മയാ. സാറിന്റെ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബുദ്ധിയില്ലാത്തൊരു നല്ല കവിതകൾ ഉണ്ടാക്കാനും കഴിയില്ല. ഈ റബ്ബർ ഇല്ലാതെ ഒരിക്കലും ടയർ ഉണ്ടാക്കാനും കഴിയില്ല. കൈയടി, അടിപൊളി. ഓക്കെ, എന്നാൽ ഡ്രൈ ഫ്രൂട്ട് കഴിച്ചോളൂ. കഴിക്കൂ. എല്ലാം കഴിച്ചു. തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി സാറിലെ കഴിക്കാൻ പറഞ്ഞു അത് കിറ്റിക്ക് വെച്ചതായിരുന്നു. സോറി മോളെ. അങ്ങോട്ട് വാ. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ അതിഥികളല്ലേ. ബൈ 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 ബൈ. സന്ധ്യ കഴിഞ്ഞാൽ എല്ലാ കിളികളും കൂട്ടിൽ കയറിയിരിക്കും. വെറുതെ കിട്ടിയാൽ വയറ് നിറയെ എന്തും കഴിക്കും. കൈയടി. പച്ചമുളക് കഴിക്കാത്ത തത്ത ഒരു തത്തയാണോ? പച്ചമുളക് എന്തുകൊണ്ട് പോപ്പണിന് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവനെ കുറിച്ച് എന്തിനാ പറയുന്നേ? നമുക്കും അവനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? നമ്മൾ ഈ മണ്ടന്മാരുടെ കൂടെ ഇവിടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുക സുഖമുള്ള ഏർപ്പാടാ യാതൊരു കാരണവശാലും പോപ്പറ്റ് നമ്മുടെ മകനല്ല എന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഈ മണ്ടന്മാർ അറിയാൻ പോകുന്നില്ല ഇനി നമ്മൾ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആ മണ്ടൻ പോപ്പറ്റ് തന്നെ കൊണ്ടു തന്നോളും. അത് ശരി, ഞാൻ നിങ്ങളെ വിട്ടുപോയ വിഷമം കൊണ്ട് പച്ചമുളക് കഴിക്കുന്നത് നിർത്തിയല്ലേ? അതെ മോനെ. പിന്നെ കിച്ചണിലെന്താ നിങ്ങൾ മട്ടൻ കറി കഴിച്ചോണ്ടിരിക്കായിരുന്നു? തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി ഞാൻ മണ്ടനാണെന്ന് കരുതിയല്ലേ? എന്റെ അച്ഛനമ്മയാണെന്ന് കള്ളവും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ സൂഹിക്കാന്ന് കരുതിയല്ലേ? അല്ല 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 മോനെ, ഈ നുണയൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത് മോനെ? നിങ്ങൾ കിച്ചണിൽ സംസാരിച്ചു കൊണ്ടിരുന്നില്ലേ? അത് മുഴുവൻ പണി ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങളെ കാണിച്ചു. തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി ഇതുവരെ തെറ്റാണ് നടന്നത്, ഇനിയാണ് കുറ്റം നടക്കാൻ പോകുന്നത്. സംശയമുണ്ടോ? എന്റെ ഇമോഷണൽ വെച്ചാണ് നിന്റെ കളി അല്ലടാ. എന്നോട് ക്ഷമിക്കണം മോനെ, ഞാൻ നിന്റെ അമ്മയെ പോലെയാണ്. വിട്ടേക്ക്. അവളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. സ്ത്രീകളുടെ മേത്ത് ഞാൻ കൈവയ്ക്കില്ല, അതുകൊണ്ടാ പറഞ്ഞത്. എന്നെ സ്ത്രീയായിട്ട് വിചാരിച്ചു. ചെയ്തത് തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി വിട്ടേക്ക് 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 പോപ്പട്ടെ, വിട്ടേക്ക്. തട്ടിപ്പോകും, വിട്ടേക്ക്. ഇനി മുതൽ ഇതുപോലത്തെ കള്ളത്തരം പറഞ്ഞോണ്ട് നിങ്ങൾ ഞാൻ എവിടെയും കണ്ടുപോകരുത്. അയ്യോ, സ്ഥലം വിട്ടാണ് ഇവിടുന്ന്. തെറ്റായിപ്പോയി കുറ്റമായിപ്പോയി താങ്ക് യു ബനി, താങ്ക് യു. ഇവരുടെ കള്ളത്തരങ്ങൾ നീ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ ഇവരെ എന്റെ അച്ഛനമ്മയായിട്ട് വിചാരിച്ചേനെ. ബണ്ണി, നീ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാ. ഇവര് പോപ്പട്ടിന്റെ അച്ഛനും അമ്മയും അല്ലെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, എനിക്കെന്തുകൊണ്ടാ മനസ്സിലാവാത്തത്? അതിന് എന്റെ അടുത്ത് ബുദ്ധിയുണ്ട്, ബുദ്ധി. അത് നിന്റെ അടുത്ത് ഇല്ല.